കൽപ്പവൃക്ഷ സമൂഹങ്ങളിലെ പുഷ്പങ്ങളിൽ നിന്ന് തേൻ നുകരുന്നതിനും വിഹരിക്കുന്നതിനുമായി ഔത്സുക്യത്തോടുകൂടി കറങ്ങിത്തിരിയുന്ന വണ്ടുകളുടെ നാദം കൊണ്ട് മനോഹരമായിരിക്കുന്ന മഹാമേരു പർവ്വതത്തിൽ, ലളിതമായ മണ്ഡപത്തിൽ, കാന്തിയേറിയ വിശാലമായ രത്നപീഠത്തിൻ്റെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്നവളും സർവചരാചരങ്ങളെയും വ്യാമോഹിപ്പിക്കുന്നവളും ഭക്തിയോഗം കൊണ്ട് മാത്രം കണ്ടുകിട്ടുന്നവളും സമസ്ത ജഗത്തിനും അമ്മയുമായ എൻ്റെ അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ 14ാമത്തെ അക്ഷരമായ ല എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന 20 നാമങ്ങളാണ് ഈ അധ്യായത്തിൽ. ശ്രീ മഹാദേവനും മഹാദേവിയും ചേർന്ന് ഭക്തജനങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ള ലളിതാ ത്രിശതി സ്തോത്രത്തിലെ 261ാമത്തെ നാമമന്ത്രം മുതൽ 280 വരെയുള്ള മന്ത്രങ്ങളാണ്. 20 നാമമന്ത്രപുഷ്പങ്ങളാണ് അർത്ഥത്തോടുകൂടി പറയാൻ ശ്രമിക്കുന്നത്. പുരുഷാർത്ഥങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന അതിവിശിഷ്ടമായ ദിവ്യമായ മന്ത്രധാരയാണ് ലളിതാ ത്രിശതി. ഓം ഐം ഹ്രീം ശ്രീം ശ്രീലളിതാംബികായൈ നമഃ. ഓം ലകാരിണ്യൈ നമഃ. ഓം ലബ്ധരൂപായൈ നമഃ. ഓം ലബ്ധധിയേ നമഃ. ഓം ലബ്ധവാഞ്ചിതായൈ നമഃ. ഓം ലബ്ധപാപമനോദൂരായൈ നമഃ. ഓം ലബ്ധാഹങ്കാരദുർഗമായൈ നമഃ. ഓം ലബ്ധശക്തിയൈ നമഃ. ഓം ലബ്ധദേഹായൈ നമഃ. ഓം ലബ്ധൈശ്വര്യസമുന്നത്यै നമഃ. ഓം ലബ്ധവൃദ്ധ്यै നമഃ. ഓം ലബ്ധലീലായൈ നമഃ. ഓം ലബ്ധയൗവനശാലിന്यै നമഃ. ഓം ലബ്ധാതിശയസർവാംഗസൗന്ദര്യായൈ നമഃ. ഓം ലബ്ധവിഭ്രമായൈ നമഃ. ഓം ലബ്ധരാഗായൈ നമഃ. ഓം ലബ്ധപതയേ നമഃ. ഓം ലബ്ധനാനാഗമസ്ഥിത്यै നമഃ. ഓം ലബ്ധഭോഗായൈ നമഃ. ഓം ലബ്ധസുഖായൈ നമഃ. ഓം ലബ്ധഹർഷാഭിപൂരിതായൈ നമഃ. ഇവയാണ് ഇന്ന് അർത്ഥത്തോടുകൂടി പരിശോധിക്കാൻ പോകുന്ന നാമമന്ത്രപുഷ്പങ്ങൾ. ലതാരിണി എന്നതാണ് ആദ്യത്തെ നാമം. പഞ്ചദശാക്ഷരി മന്ത്രമായ ശ്രീവിദ്യാമന്ത്രത്തിലെ 14ാമത്തെ അക്ഷരമായിട്ടുള്ള ലായിൽ ആരംഭിക്കുന്ന ആദ്യത്തെ നാമവും ത്രിശതി സ്തോത്രത്തിലെ 261ാമത്തെ നാമവുമാണ് ഇത്. പഞ്ചദശാക്ഷരിയായ ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ 14ാമത്തെ അക്ഷരമായ ല എന്ന അക്ഷരം രൂപമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമത്തിൻ്റെ സാമാന്യമായ അർത്ഥം. പഞ്ചദശാക്ഷരി മന്ത്രം ലളിതാ പരമേശ്വരി ദേവിയുടെ മന്ത്രാക്ഷര രൂപമായിട്ടുള്ള ശരീരം തന്നെയാണ്. ഈ മഹാമന്ത്രത്തിലെ അക്ഷരങ്ങളെല്ലാം അമ്മയുടെ അവയവങ്ങളുമാണ്. 15 മന്ത്രാക്ഷരങ്ങളിൽ ഓരോന്നും ദേവീസ്വരൂപവുമാണ്. ഓരോ മന്ത്രാക്ഷരത്തിൻ്റെയും കർത്തൃത്വവും അമ്മയ്ക്ക് തന്നെയാണ്. ല എന്ന മന്ത്രാക്ഷരവും അതിൻ്റെ രൂപവും ഉൽപ്പത്തി കാരണവും ആയിട്ട് ഈ നാമം അമ്മയെ അവതരിപ്പിക്കുന്നു. ഓം ലകാരിണ്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലബ്ധരൂപ എന്നത്. ലബ്ധമായ രൂപത്തോടു കൂടിയവൾ, രൂപം ലഭിച്ചവൾ. പരാശക്തിയായിട്ടുള്ള അമ്മയ്ക്ക് നാമമോ രൂപമോ ഒന്നും തന്നെ ഇല്ല. തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയാണ് അമ്മ രൂപം സ്വീകരിക്കുക.
ഭക്തർ എത്ര രൂപത്തിൽ അമ്മയെ ആരാധിച്ചാലും, ഏതേത് രൂപത്തിൽ അമ്മയെ ആരാധിച്ചാലും ആ രൂപങ്ങളെല്ലാം ഭക്തവത്സലയായ അമ്മ സ്വീകരിച്ചുകൊണ്ട് ദർശനം നൽകുന്നു. നാമവും രൂപവും ഒന്നും ഇല്ലാത്ത ചിച്ഛക്തിയായിട്ടുള്ള പരാശക്തിയുടെ മേൽ ഭക്തൻ നാമരൂപങ്ങൾ ആരോപിക്കുകയും ആ ഭക്തൻ്റെ ഇഷ്ടമനുസരിച്ച് രൂപവും ശക്തിയും ആഭരണവും വസ്ത്രവിശേഷങ്ങളും മറ്റും സ്വീകരിച്ചുള്ളവളായിട്ട് രൂപം സ്വീകരിച്ച് അമ്മ ഭക്തന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് അർത്ഥം. ഗുരുപരമ്പരാക്രമത്തിൽ ഈ സങ്കല്പങ്ങളൊക്കെ പ്രചരിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്ക് രൂപമുള്ളതായിട്ട് ലോകം ധരിക്കുകയും ചെയ്യും. അപ്രകാരം രൂപം കിട്ടിയിട്ടുള്ളവൾ എന്നുകൂടി ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട്. ലോകനന്മയ്ക്ക് വേണ്ടി ദേവന്മാരുടെയും ഋഷിമാരുടെയും അഭ്യർത്ഥന അനുസരിച്ചും അമ്മ പല രൂപങ്ങളും സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ടും ലബ്ധരൂപ എന്ന നാമം അന്വർത്ഥമാണ്. ചരാചരാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചമാകെ അമ്മയുടെ രൂപം തന്നെയാണ്. ഓരോ ജീവിയും വസ്തുവും പ്രവർത്തനവും എല്ലാം അമ്മയുടെ രൂപം തന്നെ. അതുകൊണ്ട് അനന്തകോടി രൂപങ്ങൾ സ്വീകരിച്ചവൾ എന്നും അർത്ഥം പറയാം. ഓം ലബ്ധരൂപായൈ നമഃ. ലബ്ധതി എന്നതാണ് അടുത്ത നാമമന്ത്രം. ലബ്ധമായ ധീയോടുകൂടിയവൾ. പരാശക്തിയായിട്ടുള്ള ലളിതാപരമേശ്വരി ദേവിയായ അമ്മ മനുഷ്യ സാധാരണമായിട്ടുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരങ്ങൾക്കെല്ലാം അതീതയാണ്. എന്നാലും തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപം സ്വീകരിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്ക് മാനുഷികമായ ഭാവങ്ങളും ഉണ്ട്. അപ്പോൾ കയ്യും കാലും ഉടലും കണ്ണും മൂക്കും നാക്കും എന്നീ അവയവങ്ങളോടും ആയുധങ്ങളോടും ആഭരണങ്ങളോടും വസ്ത്രങ്ങളോടും സിംഹാസനം തുടങ്ങിയ പീഠങ്ങളിലും സിംഹം, കുതിര തുടങ്ങിയ വാഹനങ്ങളിൽ ഇരിക്കുന്നതായിട്ടും എല്ലാം പലതരത്തിലുള്ള രൂപഭാവങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഭക്തന് മുന്നിൽ അവതരിക്കുന്നു, പ്രത്യക്ഷപ്പെടുന്നു. അത്തരം സന്ദർഭങ്ങൾ നിരവധി പുരാണങ്ങളിൽ കാണാവുന്നതുമാണ്. അത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യസഹജമായിട്ടുള്ള ബുദ്ധിവ്യാപാരവും അമ്മ കൈക്കൊള്ളുന്നു. അതുകൊണ്ടും ലബ്ധതി എന്ന നാമം അന്വർത്ഥമാണ്. ബുദ്ധി കൊണ്ട് അറിയാവുന്നവൾ എന്നും അർത്ഥം വരുന്നു. ദേവിയെ സാക്ഷാത്കരിക്കാൻ അപൂർവം ചില ഭാഗ്യശാലികൾക്ക് മാത്രമേ സാധ്യമാകൂ. പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം ശ്രദ്ധാപൂർവം പഠിക്കുന്നവർക്ക് ചരാചരവ്യാപ്തമായിട്ടുള്ള പരമചൈതന്യത്തെ അന്തര്യാമിയായിട്ടും അകത്തും പുറത്തും ഊഹിച്ച് അറിയാൻ കഴിയുന്നതാണ്. അപ്രകാരം ബുദ്ധി പ്രവർത്തന രൂപം ആയിട്ടുള്ള അറിവ് കൊണ്ട് അറിയപ്പെടാവുന്നവൾ എന്നും പറയാം. ബുദ്ധിക്ക് കാരണമായി വർത്തിക്കുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട്. ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്നിവയൊക്കെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന മനസ്സും മനസ്സിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ബുദ്ധിയും അമ്മയുടെ ചൈതന്യത്തിൻ്റെ വേറിട്ട ഭാവങ്ങൾ മാത്രമാണ്. ജീവികളിൽ ബുദ്ധിയുടെ രൂപമായി വർത്തിക്കുന്നവൾ, എല്ലാ ജ്ഞാനവും സ്വരൂപമായിട്ടുള്ളവൾ, ഭക്തന് സമസ്ത ജ്ഞാനവും പ്രദാനം ചെയ്യുന്നവൾ എന്നും ഈ ഒരു നാമത്തിന് അർത്ഥം വരുന്നുണ്ട്. ഓം ലബ്ധധിയേ നമഃ. ലബ്ധവാഞ്ചിത എന്നതാണ് അടുത്ത നാമം. ലബ്ധമായ വാഞ്ചിതങ്ങളോടുകൂടിയവൾ, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ആഗ്രഹങ്ങൾ മനുഷ്യർക്കും മറ്റു ജീവികൾക്കും ഒക്കെ ഉണ്ട്. മനുഷ്യരിൽ കാംക്ഷിതങ്ങളായിട്ടും ജീവികളിൽ സഹജവാസനകളായിട്ടും ചോദനകളായിട്ടും ആഗ്രഹങ്ങൾ വ്യാപരിക്കുന്നു. എന്തെങ്കിലും നേടാൻ ആഗ്രഹം ഉണ്ടാകുക, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. പരിശ്രമം വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന തൃപ്തി അത് താൽക്കാലികമാണ് എങ്കിലും ആനന്ദമായിട്ട് അനുഭവിക്കുക. തുടർന്നുണ്ടാകുന്ന മറ്റാഗ്രഹങ്ങൾക്ക് വേണ്ടി വീണ്ടും പരിശ്രമിക്കുക. ഇങ്ങനെ പോകുന്നു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും വിജയവും പരാജയവും എല്ലാം. പരാശക്തിയായിട്ടുള്ള അമ്മയ്ക്ക് എന്താഗ്രഹമാണ് ഉണ്ടാവുക? എന്ത് കിട്ടിയാലാണ് അമ്മ ആഗ്രഹസാധ്യം കൊണ്ട് സന്തുഷ്ടയാകുന്നത്? ഈ ചോദ്യത്തിന് ആചാര്യന്മാർ 2 ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. കഠിനമായിട്ടുള്ള തപശ്ചര്യ കൊണ്ട് ശിവനും പരസ്പരം നേടിയതായിട്ട് പറയുന്നു. ശിവൻ തപസ് ചെയ്ത് പാർവതിയെയും, പാർവതീദേവി തപസ് ചെയ്ത് ശിവനെയും സ്വന്തമാക്കി എന്നർത്ഥം. ശിവനെ നേടിയതോടുകൂടി ദേവി ലബ്ധകാമയായി.
തൻ്റെ ആഗ്രഹങ്ങളായിട്ടുള്ള തൻ്റെ സന്താനങ്ങളായ സമസ്ത ജീവികളുടെയും സുഖമാണ് അമ്മയുടെ ആഗ്രഹം. വിവിധ മൂർത്തികളായിട്ടും ശക്തികളായിട്ടും സ്വയം രൂപം കൊണ്ട് അമ്മ പ്രപഞ്ചത്തിൻ്റെ രക്ഷ നിർവഹിച്ചു വരുന്നു. പ്രപഞ്ചത്തിൻ്റെ സുഖം അമ്മയുടെ ആഗ്രഹമാണ്. അധർമ്മം കൊണ്ട് ധർമ്മത്തിന് നാശമുണ്ടാകുമ്പോൾ അതിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട് അമ്മ പ്രേരണ നൽകുകയോ അതല്ലെങ്കിൽ സ്വന്തമായി തന്നെ അവതരിച്ച് ധർമ്മ സംസ്ഥാപനം നടത്തുകയോ ചെയ്യും. അപ്പോൾ ദേവി ലബ്ധവാഞ്ചിതയായിട്ട് ഭവിക്കുന്നു. ഓം ലബ്ധവാഞ്ചിതായൈ നമഃ. ലബ്ധപാപമനോദൂര എന്നതാണ് അടുത്ത നാമമന്ത്രം. പാപം കൊണ്ട് കലുഷിതമായ മനസ്സുള്ളവരിൽ നിന്നും ദൂരെ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് സാമാന്യമായ അർത്ഥം. കാമം, ക്രോധം, ലോഭം, മോഹം എന്നിവയ്ക്കൊക്കെ കീഴ്പ്പെട്ട മനുഷ്യൻ പാപം ചെയ്തു പോകും. പാപം കൊണ്ട് മലിനമായിട്ടുള്ള മനസ്സിൽ ദേവി കുടികൊള്ളുകയേയില്ല. അഴുക്ക് പറ്റിയ കണ്ണാടിക്ക് പ്രതിഫലന ശക്തി ഉണ്ടാവുകയില്ലല്ലോ. അതുപോലെ പാപം ബാധിച്ച മനസ്സിൽ അമ്മയും ഉണ്ടാവില്ല. അമ്മയുടെ സ്തോത്രങ്ങൾ ചൊല്ലുക, അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കുക, അമ്മയുടെ കഥകൾ പറയുക, കേൾക്കുക, ഇവയെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ പാപങ്ങൾ കുറേശ്ശെയായിട്ട് നശിക്കും. ഏത് ദേവതയുടെ കാര്യത്തിലും ഇത് സത്യമാണ്. വാസനയും കഴിവുമനുസരിച്ച് ഏത് രൂപത്തിൽ ആരാധിക്കപ്പെട്ടാലും ആ ആരാധന ചെന്നെത്തുന്നത് അമ്മയിൽ തന്നെയാണ്. അതായത് ശിവനായിട്ടായാലും കൃഷ്ണനായിട്ടായാലും വിഷ്ണുവായിട്ടായാലും രാമനായിട്ടാണെങ്കിലും സുബ്രഹ്മണ്യസ്വാമിയായിട്ടാണെങ്കിലും ഇങ്ങനെ ഏത് രൂപത്തിൽ ആരാധിച്ചാലും ആ ആരാധനകൾ ഒക്കെ ചെന്നെത്തുക, ആരാധനയുടെ ഫലം നൽകുന്നത് അമ്മയാണ്. ആരാധന ചെന്നെത്തുന്നത് അമ്മയിലുമാണ്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഉപാസന കൊണ്ട് മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ അമ്മയെ പ്രാപിക്കാനുള്ള യോഗ്യത മനസ്സിന് ഉണ്ടാവും. ഓം ലബ്ധപാപമനോദൂരായൈ നമഃ. ലബ്ധാഹങ്കാര ദുർഗമ എന്നതാണ് അടുത്ത നാമം. തൊട്ടു മുമ്പ് പറഞ്ഞ ലബ്ധപാപമനോദൂര എന്ന നാമത്തോട് ചേർത്ത് വ്യാഖ്യാനിക്കേണ്ട ഒന്നാണ് ഇത്. പാപത്തിന് പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളിലൊന്നാണ് അഹങ്കാരം. ഞാൻ എന്ന ഭാവം മനസ്സിൽ ഉണ്ടാകുന്നത് ശരീരത്തിൽ കുടികൊണ്ടിട്ടുള്ള ജീവൻ്റെ സാമാന്യമായിട്ടുള്ള സ്വഭാവമാണ്. ശരീരമാണ് താൻ എന്ന തെറ്റായ ബോധത്തിൽ നിന്നും ആരംഭിക്കുന്ന അഹംബുദ്ധി കൊണ്ട് മനുഷ്യൻ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ അറിവ്, എൻ്റെ സമ്പത്ത്, എൻ്റെ ഭക്തി എന്നിങ്ങനെ വികസിക്കുന്ന ഈ മമതാബന്ധത്തിൻ്റെ കുരുക്കിൽ പെട്ടുപോകും. ഞാനെന്ന ഭാവം അതു തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാൻ ഇതെന്ന വഴി തോന്നേണമേ, വരദ നാരായണായ നമ എന്ന് തുഞ്ചത്താചാര്യർ ഹരിനാമ കീർത്തനത്തിൽ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത് പോലെ മമതാബന്ധത്തിൽ നിന്നും മോചനം കിട്ടുന്നതിന് സ്വന്തം ശക്തി പോരാ, നാരായണൻ്റെ അനുഗ്രഹം കൂടി വേണം എന്ന് അദ്ദേഹം ഭഗവാനോട് പറയുന്നു, ആവശ്യപ്പെടുന്നു. അഹങ്കാരത്തിൽ നിന്ന് മമതയിൽ നിന്ന് കാമമോഹങ്ങളും അവയിൽ നിന്ന് ക്രോധം, ലോഭം മുതലായിട്ടുള്ള വികാരങ്ങളും ഉണ്ടാകുന്നു. അവയുടെ പിടിയിൽപ്പെട്ട മനുഷ്യൻ പാപം ചെയ്യുകയും ചെയ്യും. അഹങ്കാരമുണ്ടാകുന്നതോടുകൂടി അമ്മയുടെ ശ്രീകോവിലിൻ്റെ വാതിൽ അടഞ്ഞുപോകും. അതുകൊണ്ട് ലബ്ധാഹങ്കാരമായിട്ടുള്ള മനസ്സിന് ദുർഗമയാണ് ലളിതാംബിക എന്ന് പറയാം. ഓം ലബ്ധാഹങ്കാര ദുർഗമായൈ നമഃ. അടുത്ത മന്ത്രം ലബ്ധശക്തി എന്നതാണ്. സകല ശക്തികളും സ്വായത്തമായിട്ടുള്ളവൾ പരാശക്തിയാണ് ലളിതാപരമേശ്വരിയായിട്ടുള്ള അമ്മ. മറ്റ് ശക്തികളൊക്കെ അനാദ്യന്തയായിട്ടുള്ള ആ ശക്തിയിൽ നിന്നും ഉണ്ടായത് തന്നെയാണ്. പരാശക്തിയുടെ അല്പം അംശം കൊണ്ടാണ് സൂര്യചന്ദ്ര നക്ഷത്രാദികൾ പ്രകാശിക്കുന്നതും അഗ്നി ദഹിപ്പിക്കുന്നതുമെല്ലാം. ബ്രഹ്മാണ്ഡകോടികളുടെ സൃഷ്ടിസ്ഥിതിലയങ്ങളൊക്കെ ആ ശക്തിയുടെ അല്പമായിട്ടുള്ള അംശം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ശക്തികൾക്ക് ശക്തിത്വം ഉണ്ടാകുന്നതും അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രം. ഓം ലബ്ധശക്തിയൈ നമഃ. അടുത്ത നാമമന്ത്രം ലബ്ധദേഹ. ലബ്ധമായ ദേഹത്തോടു കൂടിയവൾ. പരബ്രഹ്മത്തിന് രൂപമില്ല,
പരബ്രഹ്മവും പരാശക്തിയും പര്യായ പദങ്ങൾ മാത്രമാണ്. ഗുണമില്ലാത്ത വസ്തുവിന് ഒരിക്കലും നാമരൂപങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് നാം ശിവനെന്നും ശിവയെന്നും ദാമ്പത്യബന്ധം ആരോപിച്ചുകൊണ്ട് ജഗൽപിതാക്കളായിട്ട് ആരാധിക്കുന്നു. ലോകത്തിൻ്റെ സൃഷ്ടിക്കായിട്ട് കാമേശ്വരനും കാമേശ്വരിയുമായിട്ട് ബ്രഹ്മചൈതന്യം, പരമാത്മചൈതന്യം ശരീരം സ്വീകരിച്ചതുകൊണ്ട് സ്ത്രീദേഹം സ്വീകരിച്ച പരബ്രഹ്മസ്വരൂപത്തെ ലളിതാംബിക എന്ന് പറയുന്നു. ഓം ലബ്ധദേഹായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലബ്ധൈശ്വര്യ സമുന്നതി എന്നത്. ഐശ്വര്യത്തിൻ്റെ പരമകാഷ്ഠയെ പ്രാപിച്ചവൾ എന്ന് സാമാന്യമായ അർത്ഥം. സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപ്തി തുടങ്ങി പരിമിതികളൊന്നും തന്നെ ഇല്ലാത്ത കഴിവുകളെ പൊതുവെ കുറിക്കുന്ന ഒരു പദമാണ് ഐശ്വര്യം എന്നത്. പ്രകൃതിയുടെ നിയമങ്ങളെ ലംഘിക്കുന്ന അണിമ, ഗരിമ തുടങ്ങിയ സിദ്ധികളുണ്ട്. സുദീർഘമായ അഭ്യാസവും ഉപാസനയും കൊണ്ട് ഇവയിൽ ചിലതൊക്കെ യോഗികൾക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ലഭിച്ചവരെയാണ് സിദ്ധന്മാർ എന്ന് പറയുന്നത്. അമ്മയുടെ വിഭൂതികളുടെ അല്പമാത്രമുള്ള അംശങ്ങളാണ് ഈ സിദ്ധികൾ. ശ്രീചക്രത്തിൻ്റെ ഭൂപുരത്തിൻ്റെ പുറത്തെ പരിധിയിലായിട്ട് ദശസിദ്ധികൾ സ്ഥിതി ചെയ്യുന്നു. ഈ സിദ്ധികൾ ലളിതാ പരമേശ്വരിയെ സേവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ലളിതാ പരമേശ്വരിയായ അമ്മയെ സേവിച്ചു കഴിഞ്ഞാൽ ഈ സിദ്ധികൾ മാത്രമല്ല, അമ്മയെ തന്നെ ലഭിക്കും. അതായത് ഈശ്വരത്വത്തിൻ്റെ സമുന്നതമായിട്ടുള്ള ഭാവം തന്നെ അനായാസേന ലഭിക്കുമെന്നർത്ഥം. അമ്മ തന്നെയായിട്ട് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഭാവത്തിലേക്ക് എത്തിച്ചേരും. ഓം ലബ്ധൈശ്വര്യ സമുന്നത്യൈ നമഃ. അടുത്ത നാമമാണ് ലബ്ധവൃദ്ധി എന്നത്. ലബ്ധമായ വൃദ്ധിയോടുകൂടിയവൾ. വൃദ്ധി എന്നാൽ വ്യാപ്തി എന്നർത്ഥം, വളർച്ച എന്നും അർത്ഥമുണ്ട്. ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ലളിതാംബിക പരമേശ്വരിക്ക് വൃദ്ധി ക്ഷയങ്ങളൊന്നും തന്നെയില്ല. ഉൽപ്പത്തിയില്ല, വളർച്ചയില്ല, നാശവും ഒന്നും തന്നെ ഇല്ല. പ്രപഞ്ചത്തിലുള്ളവയെല്ലാം ഉണ്ടായിട്ടുള്ളത് ചുറ്റുപാടുകളിൽ നിന്നുള്ള വസ്തുക്കളും ചൈതന്യവും ആഗിരണം ചെയ്തുകൊണ്ടാണ്. ഒരു ഘട്ടം വരെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ക്രമമായിട്ട് ക്ഷയിച്ച് കാലക്രമേണ ഇല്ലാതാവുകയും ചെയ്യും. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സാമാന്യ തത്വം ബാധകവുമാണ്. സ്വയം പൂർണ്ണയായിട്ടുള്ള പരാശക്തിയായ ദേവിക്ക് ഉൽപ്പത്തിയില്ല, വൃദ്ധിയില്ല. എല്ലാ വളർച്ചയും അമ്മയിൽ സ്ഥിതി ചെയ്യുന്നു. അത് വളരുന്നില്ല, കുറയുന്നില്ല. പരാശക്തിക്ക് അവയവങ്ങളും ഭാഗങ്ങളും ഒന്നുമില്ല, ഗുണങ്ങളില്ല, വൃത്തികളില്ല, നാമരൂപങ്ങളില്ല. പ്രപഞ്ചമാകെ അമ്മയുടെ അവയവങ്ങളാണ് താനും. എല്ലാ ഗുണങ്ങളും അമ്മയുടെ നാമരൂപങ്ങളുമാണ്. ലബ്ധൈശ്വര്യ സമുന്നതി എന്ന് മുമ്പൊരു നാമത്തിൽ പറഞ്ഞ കാര്യം ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓം ലബ്ധവൃദ്ധ്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലബ്ധലീല. ലബ്ധമായ ലീലകളോടുകൂടിയവൾ. അന്യരെ സന്തോഷിപ്പിക്കാനോ സ്വയം ആഹ്ലാദിക്കാനോ വേണ്ടി സ്വീകരിക്കുന്ന ആകർഷകമായ വേഷം, വൃത്തി, വിനോദ പ്രകടനം എന്നിവയെ മൊത്തത്തിൽ കുറിക്കുന്ന ഒരു പദമാണ് ലീല എന്നത്. കളി എന്ന് മലയാളത്തിൽ പറയാം. ക്ലേശം ഒട്ടും തന്നെ ഇല്ലാത്തതും ഹർഷിക്കുന്നതുമായ പ്രവൃത്തി. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങളാണ് അമ്മയുടെ ലീല. അത് എല്ലാവരെയും മോഹിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യും. നിയതവും നീക്കുകൂക്കുകളൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള ചിട്ടയോടുകൂടി സൂര്യചന്ദ്രന്മാരും നക്ഷത്ര സമൂഹവും അവയൊക്കെ ചേർന്ന ബ്രഹ്മാണ്ഡ കൂടികളും തുടർച്ചയായി ഉണ്ടാവുകയും നിലനിൽക്കുകയും നശിക്കുകയും ചെയ്യുന്ന അനുസ്യൂതമായിട്ടുള്ള ഈ ലീല കൊച്ചുകുട്ടികൾ കളിക്കുന്നതുപോലെ അനായാസമായിട്ട് അമ്മ നടത്തുന്നു എന്ന് ഭാസ്കരരായർ ദേവീസ്തവത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വിധി വിഷ്ണുമുഖാമാരോദയ സ്ഥിതിനാശേഷു ശിവോപ്യനീശ്വര ജഗദംബ തവ ത്വയം ക്രമ ക്ഷണമുദ്ദാലക പുഷ്പഭംജിക. വിധി, വിഷ്ണു തുടങ്ങിയ ദേവന്മാരുടെ ഉദയം, സ്ഥിതി, നാശം എന്നീ കാര്യങ്ങളിൽ ശിവനും കൂടി അനീശ്വരനാണ്. ആ കാര്യങ്ങൾ അല്ലയോ ലോകമാതാവേ, അമ്മയ്ക്ക് പൂ പൊട്ടിച്ച് കളിക്കുന്നത് പോലെയുള്ള ഒരു കളിയാണ് എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ലീലാക്ലപ്ത ബ്രഹ്മാണ്ഡമണ്ഡല, ലീലാവിനോദിനി, ലീലാവിഗ്രഹധാരിണി എന്നീ നാമങ്ങളിൽ വശിന്യാദി വാഗ്ദേവതകൾ
ലളിതാ സഹസ്രനാമത്തിലും ഇതേ ആശയം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഓം ലബ്ധലീലായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലബ്ധ യൗവനശാലിനി എന്നത്. ലബ്ധമായ യൗവനത്തോടു കൂടിയവൾ. ലളിതാംബികാ പരമേശ്വരിയെ വയോവസ്ഥാവിവർജിതയായിട്ടാണ് ലളിതാ സഹസ്രനാമം അവതരിപ്പിക്കുന്നത്. ഉൽപ്പത്തിയും നാശവും ഒന്നുമില്ലാത്ത പരാശക്തിക്ക് കാലഗതിയിൽ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ബാല്യം, കൗമാരം, വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളൊന്നും തന്നെയില്ല. കുമാരിയായോ യുവതിയായോ വൃദ്ധയായോ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇഷ്ടപ്പെട്ട രീതിയിൽ അമ്മയെ ഭക്തൻ സങ്കല്പിക്കാവുന്നതാണ്. കാമേശ്വരനോടുകൂടി രാജരാജേശ്വരിയായി വിരാജിക്കുന്ന സങ്കല്പത്തിൽ അമ്മ എന്നെന്നും യുവതീ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. യൗവനം സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും കാലമാണ്. ലോകമാതാവായിട്ടുള്ള ലളിതാംബികാ പരമേശ്വരി അനുസ്യൂതമായി തുടർന്നുകൊണ്ടിരിക്കുന്ന സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിൽ കാമേശ്വരൻ്റെ സഹായത്തോടുകൂടി വ്യാപൃതയായിരിക്കുന്നതുകൊണ്ട് എന്നെന്നും യൗവനശാലിനിയായി തുടരുക തന്നെ ചെയ്യുന്നു. ഓം ലബ്ധ യൗവനശാലിന്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലബ്ധാതിശയ സർവാംഗ സൗന്ദര്യ എന്നത്. സൗന്ദര്യം കൊണ്ട് പരസ്പരം അതിശയിക്കുന്ന സർവാംഗങ്ങളോടുകൂടിയവൾ ലളിതാംബികാദേവി സർവ്വസൗന്ദര്യത്തിനും സ്രോതസ്സാണ്. ഈ പ്രപഞ്ചത്തിൽ സുന്ദരമായും ആകർഷകമായിട്ടുള്ളതെല്ലാം തന്നെ അമ്മയുടെ അംശഭൂതങ്ങളാണ്. പ്രപഞ്ചമാകെ അമ്മയുടെ ശരീരം തന്നെ. അതിലെ ഓരോ അംഗവും സുന്ദരമാണ്. ഓരോ അംഗവും മറ്റംഗങ്ങളെ സൗന്ദര്യം കൊണ്ട് തോൽപ്പിച്ചു കളയുന്നു എന്നും പറയാം. ഓരോ അംഗവും മറ്റംഗങ്ങളെക്കാൾ സുന്ദരമാണ് എന്ന തോന്നൽ സന്ദർഭവും സാഹചര്യവും കൊണ്ടാണ് ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും സൗന്ദര്യമുണ്ട്. ഒരു വ്യക്തിക്ക് സുന്ദരമായി തോന്നുന്നത് മറ്റൊരാൾക്ക് അത് അസുന്ദരമായിട്ട് തോന്നാം. ഒരിക്കൽ സുന്ദരമില്ലാത്തതായി തോന്നുന്നതൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ സുന്ദരമായി തോന്നുകയും ചെയ്യാം. സൗന്ദര്യം എല്ലാത്തിലും ഉണ്ടെങ്കിലും അത് കണ്ടറിയാനുള്ള സാഹചര്യം എപ്പോഴും ഇല്ല, അതായത് സ്ഥായിയല്ല എന്നർത്ഥം. പ്രപഞ്ചമാതാവിൻ്റെ സമസ്ത അംഗങ്ങളും എല്ലാ അംഗങ്ങളും സുന്ദരമാണ്. ഒന്നിനൊന്ന് സൗന്ദര്യം കൂടിയതുമാണ്. അമ്മയുടെ പല മൂർത്തികളിൽ ചിലത് ഭയങ്കരവും ചിലത് സൗമ്യവും ചിലത് അതീവ സുന്ദരവുമായിട്ടാണ് കാണുന്നത്. ശ്രീ പാർവതി, ശ്രീ മഹാലക്ഷ്മി, ശ്രീ സരസ്വതി എന്നീ മൂർത്തികൾ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ മാതൃകകളായിട്ട് കണക്കാക്കാം. എന്നാൽ അതുപോലെ ദേവിയുടെ രാജരാജേശ്വരി രൂപവും. ഈ രൂപങ്ങളിൽ അമ്മയുടെ ഏത് അവയവത്തിനാണ് സൗന്ദര്യം കൂടുതൽ എന്ന് പറയാനാകാത്ത വിധം അമ്മ സർവാംഗസുന്ദരമായ രൂപമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ അനവദ്യാംഗി എന്നാണ് അമ്മയുടെ രൂപം ദർശിച്ച് വശിന്യാദി വാഗ്ദേവതകൾ പറയുന്നത്. ഓം ലബ്ധാതിശയ സർവാംഗ സൗന്ദര്യായൈ നമോ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലബ്ധവിഭ്രമ എന്നത്. ലബ്ധമായ വിഭ്രമത്തോടുകൂടിയവൾ. വിഭ്രമത്തിന് ചുറ്റിക്കറങ്ങൽ എന്ന അർത്ഥമുണ്ട്. വിഭ്രമോ ബാലക്രീഡ എന്ന് ആദിശങ്കരാചാര്യർ പറയുന്നു. കുട്ടി തനിയെ ഇരുന്ന് കളിക്കുന്നത് പോലെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ലാതെ കളിയായിട്ട് ലീലാവ്യാപാരമായിട്ട് അമ്മ പ്രപഞ്ച സൃഷ്ടിയും സംഹാരവും ഒക്കെ നടത്തുന്നു. ഓരോന്നുണ്ടാക്കുന്നു. തൃപ്തി തോന്നുന്നില്ല എങ്കിൽ ഉണ്ടാക്കിയവയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് വീണ്ടും സൃഷ്ടിക്കുന്നു. കാലചക്രത്തിൻ്റെ അവിരാമമായിട്ടുള്ള ഭ്രമണത്തെയാണ് ഈ പദം സൂചിപ്പിക്കുന്നത് എന്ന് പക്ഷമുണ്ട്. കാലഗതിയിൽ സൂര്യചന്ദ്രാദികളും വട്ടം ചുറ്റുന്നു. അവയെല്ലാം ചേർന്ന അമ്മയുടെ വിരാട് രൂപം അനന്തകോടി ഘടകങ്ങളുടെ നിരന്തര ഭ്രമണം കൊണ്ട് പ്രതീയമാനമാകുന്നു എന്ന് പറയാം. ഈ ഭ്രമശബ്ദത്തിന് തെറ്റായ ധാരണ എന്നും അർത്ഥമുണ്ട്. മഹാമായ സ്വരൂപിണിയായിട്ടുള്ള അമ്മയുടെ പ്രവർത്തന ഫലം കൊണ്ട് മനുഷ്യൻ ഭ്രമത്തിൽപ്പെട്ട് ദേഹമാണ് ഞാൻ എന്ന് ധരിച്ചു പോകുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തോന്നലുകളെ സുഖം, ദുഃഖം എന്നിവയായി കരുതുന്നു. സുഖമെന്ന് കരുതുന്നവയ്ക്ക് വേണ്ടിയിട്ട് പരക്കം പായുകയും ചെയ്യും. ഞാനെന്നും എൻ്റേതെന്നുമുള്ള മിഥ്യാധാരണകൾക്ക് വിധേയനാവുകയും ചെയ്യും. ഈ വിഭ്രമം കൊണ്ടാണ് പ്രപഞ്ച പ്രവർത്തനം സാധ്യമാകുന്നത് തന്നെ. മനുഷ്യനെ ഭ്രമത്തിൽ പെടുത്തുന്നവൾ എന്നും അർത്ഥം വരുന്നു. വിശ്വഭ്രമണകാരിണി എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത്. ഓം ലബ്ധവിഭ്രമായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലബ്ധരാഗ എന്നത്. രാഗത്തോടു കൂടിയവൾ എന്നാണ് ലബ്ധരാഗ എന്ന നാമത്തിന് അർത്ഥം. രാഗത്തിന് നിറം എന്നും സംഗീതാത്മകമായിട്ടുള്ള രാഗം എന്നും സൗന്ദര്യം, ആർത്തി,
എന്നും വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട്. അമ്മയെ ഉപാസിക്കുന്ന വിവിധ സങ്കല്പങ്ങളിൽ സിന്ദൂരാർണ വിഗ്രഹയായിട്ട് ധ്യാനിക്കുന്നത് സർവാഭീഷ്ടസിദ്ധിതമായിട്ട് ദേവീതന്ത്രങ്ങൾ പറയുന്നു. ദേവിയിൽ നിന്നും പ്രസരിക്കുന്ന ചുവപ്പ് വർണ്ണത്തിൽ ലോകമാകെ മുഴുകിയ രൂപത്തിൽ ധ്യാനിക്കുന്ന ഭക്തന് സർവ്വദേവശക്തികളും സ്വാധീനമാകും എന്ന് തന്ത്രശാസ്ത്രം പറയുന്നു. ആ രക്തവർണ്ണയായവൾ എന്നാണ് അർത്ഥം. പ്രപഞ്ചത്തിലുള്ള ജീവികളെയും വസ്തുക്കളെയും പരസ്പരം ബന്ധിക്കുന്ന ആകർഷണത്തെ രാഗമെന്ന് പറയാം. മാതാപിതാക്കളിൽ വാത്സല്യമായിട്ടും യുവാക്കളിൽ പ്രേമമായിട്ടും കാമമായിട്ടും സ്നേഹിതരിൽ പ്രീതിയായിട്ടും അറിവ് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ വിദ്യയോടുള്ള ആഗ്രഹമായിട്ടും ഭാഗ്യവാന്മാരിൽ ഐശ്വര്യമായിട്ടും പുണ്യവാന്മാരിൽ ഭക്തിയായിട്ടും പല രൂപത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ആ രാഗം ദേവീരൂപമാണ് എന്നും ഈ നാമം സൂചിപ്പിക്കുന്നു. സംഗീതത്തെ ആസ്വാദ്യമാക്കി തീർക്കുന്നത് ശ്രുതി, ലയം, താളം എന്നിവ ക്രമീകരിച്ചുകൊണ്ടുള്ള സ്വരവിന്യാസ രീതികൾക്ക് രാഗങ്ങൾ എന്നാണല്ലോ പറയുന്നത്. സംഗീതത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യമായിട്ട് വർത്തിക്കുന്ന ചൈതന്യം അമ്മയുടെ രൂപമാണ്. അതുകൊണ്ട് ലബ്ധരാഗ എന്ന് പറയാം. ഓം ലബ്ധരാഗായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലബ്ധപതി എന്നത്. പതിയെ ലഭിച്ചവൾ. ശ്രീ പരമേശ്വരനെ പതിയായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ പാർവതീദേവി കഠിനമായ തപശ്ചര്യകൾ സ്വീകരിച്ചിട്ടുണ്ട്. അന്യരുടെ പ്രേരണ കൂടാതെ സ്വന്തമായിട്ട് തീരുമാനിച്ച് കാമേശ്വരനെ ഭർത്താവായിട്ട് സ്വീകരിച്ച കഥയാണ് ലളിതോപാഖ്യാനത്തിൽ വിവരിക്കുന്നത്. മറ്റ് ഒരു ദേവദമ്പതിമാരിലും കാണാനില്ലാത്ത രീതിയിലുള്ള ഒരു പരസ്പര ബന്ധമാണ് ശിവശക്തിക്കുള്ളത്. ഭഗവാൻ തൻ്റെ ശരീരത്തിൻ്റെ പകുതി അമ്മയ്ക്ക് കൊടുത്ത് അർദ്ധനാരീശ്വരനായി തീർന്നു. സമസ്ത ലോകങ്ങൾക്കും പതിയായ പശുപതിയെ പതിയായി ലഭിച്ചവൾ എന്ന് അർത്ഥം. ഓം ലബ്ധപത്യൈ നമഃ. അടുത്ത നാമം നോക്കാം. ലബ്ധനാനാഗമസ്ഥിതി എന്നതാണത്. വിവിധങ്ങളായിട്ടുള്ള ആഗമങ്ങൾക്ക് സ്ഥിതി നൽകുന്നവൾ. അനേകം അർത്ഥങ്ങളുള്ള പദമാണ് ആഗമം. വന്നുകൂടിയത്, സംഭവിച്ചത്, നേടിയത് എന്ന് എല്ലാം സാന്ദർഭികമായിട്ട് അർത്ഥം വരുന്നുണ്ട്. മുൻപില്ലാതിരുന്നതും പിന്നീട് ഉണ്ടായതുമാണ് ഈ പ്രപഞ്ചവും അതിലുള്ള ഗ്രഹനക്ഷത്രാദികളും ജീവനുള്ളതും ഇല്ലാത്തതും ജീവിയും ജഡവുമായിട്ടുള്ള എല്ലാം തന്നെ. അവയെല്ലാം സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നവൾ. ആഗമശബ്ദത്തിന് വേദം എന്ന് അർത്ഥമുണ്ട്. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നീ 4 വേദങ്ങളും സനാതന തത്വങ്ങളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ആഗമങ്ങളുടെ നിലനിൽപ്പിന് കാരണഭൂതിയായിട്ടുള്ളത് അമ്മയാണ്. വേദങ്ങളുടെ സാരവും അമ്മ തന്നെയാകുന്നു. ആഗമം എന്നത് ശാസ്ത്രങ്ങളെയും സ്മൃതികളെയും ജ്ഞാനത്തെയും സന്ദർഭാനുസാരം കുറിക്കുന്നു. ശാസ്ത്രങ്ങളും സ്മൃതികളും അറിവും എല്ലാം അമ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അവയുടെ നിലനിൽപ്പിനും മാറ്റത്തിനും എല്ലാം അമ്മ തന്നെയാണ് കാരണമാകുന്നത്. ഓം ലബ്ധനാനാഗമസ്ഥിത്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലബ്ധഭോഗ എന്നത്. ലബ്ധമായ ഭോഗങ്ങളോടുകൂടിയവൾ. ഭുജിക്കപ്പെടുന്നതാണല്ലോ ഭോഗം. ഭോഗശബ്ദത്തെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങളെയാണ് സാധാരണയായിട്ട് ഭോഗം എന്ന് പറയുക. ഇന്ദ്രിയവാസനകൾക്ക് അടിമപ്പെട്ടവരായതുകൊണ്ട് മനുഷ്യർക്ക് ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ സ്വാഭാവികമാണ്. ശുദ്ധമായ ആനന്ദം സ്വരൂപമായിട്ടുള്ള ലളിതാ പരമേശ്വരീ ദേവിക്ക് ദുഃഖാനുഭവങ്ങളും സുഖങ്ങളും ഒന്നും തന്നെയില്ല. തൻ്റെ ഇച്ഛാമാത്രം കൊണ്ടുണ്ടായ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി അമ്മയുടെ ഭോഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലോകമാതാവിന് തൻ്റെ സന്താനങ്ങളുടെ സുഖദുഃഖങ്ങൾ സ്വന്തം സുഖദുഃഖങ്ങളായി കാണുന്ന കാരുണ്യമുള്ളതുകൊണ്ട് ഭക്തർക്ക് ഭോഗങ്ങൾ നൽകി സന്തോഷിപ്പിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. ഓം ലബ്ധഭോഗായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലബ്ധസുഖ എന്നത്. സുഖം ലഭിച്ചവൾ. സ്വന്തം ഭക്തർക്ക് സുഖം നൽകുന്നവൾ. സുഖം ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങളെ സാധാരണയായി സുഖം എന്ന് പറയാം. ഇന്ദ്രിയ ചോദനകളിൽ നിന്നും ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് ഉപകരണമായിട്ടുള്ള
ധനം, ധാന്യം മുതലായവ സമ്പാദിക്കുന്നത് ചിലപ്പോൾ സുഖമായിട്ട് തോന്നാം. ഇഷ്ടപ്പെട്ട ആളുകളുടെ സഹവാസം ചിലപ്പോൾ സുഖമായിട്ട് തോന്നാം. ജിജ്ഞാസുവിന് അറിവ് കിട്ടുമ്പോൾ സുഖം ലഭിക്കുന്നു. ഭക്തന് തൻ്റെ ഉപാസ്യദേവതയുടെ നാമം, ശ്രവണം, കീർത്തനം, ദേവതാപരമായിട്ടുള്ള ധ്യാനം, മനനം, സാക്ഷാത്കാരം എന്നിവയൊക്കെയാണ് സുഖം നൽകുന്നത്. ഇവയൊക്കെ സുഖത്തിൻ്റെ പല തലങ്ങളാണ് എങ്കിലും അനുഭൂതിയുടെ ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ സ്മരണയൊക്കെ ദുഃഖകാരണമായിട്ട് തീരും. ഓർമ്മയൊക്കെ ദുഃഖത്തിന് കാരണമാക്കും. അപ്രകാരം താൽക്കാലികമായിട്ടുള്ള സുഖമൊന്നുമല്ല അമ്മ നൽകുന്നത്. ഈ ലോകത്ത് മറ്റു മനുഷ്യർക്കൊപ്പം ജീവിക്കുമ്പോൾ ഭൗതിക സുഖങ്ങളെ പൂർണ്ണമായിട്ട് നിഷേധിക്കാനാവില്ലല്ലോ. ആ നൈമിഷികമായിട്ടുള്ള സുഖങ്ങളെ അനുഭവിക്കുമ്പോൾ തന്നെ യഥാർത്ഥ സുഖത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുത്താതെ നിലനിർത്താനും ക്രമമായിട്ടും തീർച്ചയായിട്ടും അതിലേക്ക് നയിക്കാനും അമ്മയുടെ വാത്സല്യത്തോടുകൂടി അമ്മ ശ്രമിക്കുന്നു. വികാരങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാത്ത ശാന്തിയാണ് പരമമായിട്ടുള്ള സുഖം അഥവാ പരമമായ ആനന്ദം. ലളിതാംബിക പരമേശ്വരിയുടെ കാരുണ്യത്തിന് പാത്രമാകുന്ന ഭാഗ്യവാന് ഈ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും ശാശ്വതമായ ശാന്തിയും ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ ലഭിക്കുന്നതാണ്. ലോകമാതാവ് ആനന്ദസ്വരൂപിണിയാണ്, മൂർത്തമായ മാതൃവാത്സല്യവുമാണ്. ഓം ലബ്ധസുഖായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലബ്ധഹർഷാഭിപൂരിത എന്നത്. ലഭിച്ച ഹർഷം കൊണ്ട് പൂരിതയായിട്ടുള്ളവൾ. തൃപ്തി മൂലം ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഉല്ലാസമാണ് ഹർഷം. മുഖപ്രസാദം, ശരീരപുഷ്ടി, ഉത്സാഹം തുടങ്ങിയവയാണ് ഹർഷം കൊണ്ടുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ചേഷ്ടകൾ. ദുഃഖത്തിന് ദേവീപക്ഷത്തിൽ പ്രസക്തിയേയില്ല. പരമാനന്ദ സ്വരൂപിണിയായ അമ്മ എപ്പോഴും പ്രസന്നവദനയായിട്ട് കാരുണ്യാമൃതം കൊണ്ട് ലോകത്തെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തൻ എപ്പോഴും ആനന്ദഹർഷാഭിപൂരിതരായിരിക്കുമെന്നാണ് അർത്ഥം. ഓം ലബ്ധഹർഷാഭിപൂരിതായൈ നമഃ. ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ 14-ാമത്തെ അക്ഷരമായ ല എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 20 നാമങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അവസാനത്തെ അക്ഷരമാണ് ശ്രീം എന്ന 15-ാമത്തെ അക്ഷരം. അതിൽ ആരംഭിക്കുന്ന 20 നാമങ്ങൾ മറ്റൊരധ്യായത്തിൽ അവതരിപ്പിക്കുന്നതാണ്. ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള 20 നാമങ്ങൾ ഹ്രീം എന്ന ശബ്ദം ചേർത്തും അല്ലാതെയും ഭക്തർക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാൻ പറ്റിയ ലളിതമായ മന്ത്രങ്ങളാണ്. ആഗ്രഹിക്കുന്നതെന്തും നൽകാൻ പര്യാപ്തമായിട്ടുള്ള ഈ മന്ത്രങ്ങൾ ശിവനെയും ശക്തിയെയും ധ്യാനിച്ചുകൊണ്ട് ആദിപരാശക്തിയായ ലളിതാംബിക പരമേശ്വരിയെ മനസ്സിൽ നന്നായി വിചാരിച്ചുകൊണ്ട് ജപിക്കുക. എപ്പോൾ വേണമെങ്കിലും ദേശമോ കാലമോ ഒന്നും നോക്കാതെ ഈ 20 മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് മാത്രമല്ല, എപ്പോഴും അമ്മ കൂടെയുണ്ടാകും. അച്ഛനും അമ്മയുമായിട്ട് പാർവതി പരമേശ്വരന്മാർ അടുത്ത് തന്നെ ഉണ്ടാകും. എല്ലാവരെയും ആദിപരാശക്തിയായ പരമേശ്വരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.